ഹുദൈഫത്ത് ഇബ്നു യമാൻ സഹോദരി ഫാത്തിമ പറയുന്നു, ഞാൻ കണ്ടൊരു ദിനം നബി ഖയ്യിമ മരക്കൊമ്പിലൊരു തോൽപാത്രവും ബന്ധിച്ചതായി തിരുമുസ്തഫ കീഴ്ഭാഗമിൽ കിടക്കുന്നതായി. പനി കഠിനമായി തിരുജസദിനും ചൂടധികമായി ഇറ്റിറ്റ് വീണിരിക്കുന്നതും ആശ്വാസമായി. ഇത് കണ്ട് വ്യസനം പൂണ്ട് ഞാൻ പറയുന്നതായി, പ്രാർത്ഥിക്ക് നബിയെ തങ്ങളാശ്വാസത്തിനായി. ദുരിതങ്ങളേറ്റം കഠിനം അമ്പിയാക്കൾക്കാ, പിന്നീടതും അവരോടടുക്കുന്നോർക്കാ എന്നുള്ള മറുപടിയും നബി കൊടുത്തന്ന്. ഇതുപോലെ കശ്ഫുൽ ഗുമ്മ 1 വന്ന് അയ്യൂബ് നബി 18 കൊല്ലം രോഗിയായി എന്നുള്ളതും റൂഹുൽ ബയാൻ വിവരിച്ചതായി. അവർക്കുള്ള ഭാര്യ ഒരു ദിനം അവരോട് പറയുന്നതായി, പ്രാർത്ഥിക്കുവാൻ റബ്ബോട്. വർഷം 80 റഹ്മത്തെ സുഖിച്ചില്ലേ, അത് മുഴുവനും ഐശ്വര്യമായി കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ദുരിതവും 80 മിണ്ടുന്നതും ഒരു ചന്തമല്ലത് ബൈനന എന്നുള്ള മറുപടി താൻ കൊടുത്തു ക്ഷമിക്കലായി. ഉടൻ തന്നെ റബ്ബത് മാറ്റി പൂർണ്ണ സുഖത്തിലായി. അതിരറ്റ നിഅമത്തും അവർക്ക് ചൊരിക്കലായി. കൂടാതെ നിഅമൽ അബ്ദു എന്ന് പുകഴ്ത്തലായി. ഖുർആൻ ഷരീഫിൽ റബ്ബെടുത്ത് പറഞ്ഞതാ, സ്വാദെന്ന സൂറത്തോതി നോക്കതിലുള്ളതാ. ഷാഫി ഇമാമിന് അർശസുള്ളത് കൊണ്ട് രക്തം ഒലിച്ചിറങ്ങുന്നതും പതിവുണ്ട്. അത് കാരണം തെദിരീസിനായി ഇരിക്കുന്നതും കൊളാമ്പി അടിയിൽ വെച്ചു കൊണ്ടാമിക്കതും രക്തം അതിൽ ഇറ്റിട്ട് കൊണ്ടിരിക്കുന്നതാ. മിസ്ബാഹിലുണ്ട്, ഇത് നോക്കിയാൽ കാണുന്നതാ. റബ്ബെ പൊരുത്തം നിന്റെ ദിതിലാണെങ്കിലേ ഇതിലധികമായി അതിലേറ്റണേ നീ എന്നിലെ എന്നും അവർ പ്രാർത്ഥിച്ചതായി കാണുന്നതാ. ഇവയൊക്കെ രോഗികൾ എപ്പോഴും ഓർക്കേണ്ടതാ. ഹൈറായ രീതിയിൽ എന്നെ നീ മൗത്താക്കണേ റബ്ബി, അതും സൗജന്യമായി നീ നൽകണേ. ഖൈറുൽ ബഷർ നബി ത്വാഹ തങ്ങളിലൊന്നും ഖൈറുൽ ബഷർ നബി ത്വാഹ തങ്ങളിലെന്നും ഗുണവും ചൊരിക്ക സഹാബിനും ആരിന്നും.